റീസെന്റ് ആയിട്ട് നമ്മുടെ സൗദി പ്രൊമെട്രിക് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ അളവ് കൂടുതലായിരിക്കും അല്ലെ. ഇൻക്രീസ്ഡ് എന്താണ് മെറ്റേണൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്രിട്ടിക്കൽ കെയർ ഉള്ള ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ഒരു പേഷ്യന്റ് എന്താ മെക്കാനിക്കൽ വെന്റിലേഷനിലാണ് അല്ലെ. എന്താണ് ഒരു പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേഷനിലാണ്. അതേ സമയം നോക്കിയാൽ ലോ പ്രഷർ അലാം എപ്പോഴൊക്കെ വരാം, എപ്പോഴൊക്കെ ലോ പ്രഷർ അലാം വരാം. ഒന്ന് വെന്റിലേറ്റർ ട്യൂബിംഗ് ഇസ് നോട്ട് കണക്റ്റഡ് കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് നമ്മുടെ സൗദി പ്രൊമെട്രിക് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആക്റ്റീവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതുകൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് മേ ബി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വാച്ച് ഫോർ ലേറ്റർ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പിന്നീട് ഫ്രീ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കേൾക്കുക കേട്ടോ. കാരണം പ്രൊമെട്രിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക കേട്ടോ. നമുക്ക് നോക്കാവേ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ OB എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നോക്കി, a diabetic mother delivered a full term neonate by C-section അല്ലെ, സിസേറിയൻ സെക്ഷൻ വഴിയാണ് ഒരു ഡയബറ്റിക് മദർ എന്താ ഒരു ഫുൾ ടേം നിയോനെറ്റിന് ബർത്ത് കൊടുത്തത്. ആൻഡ് ഇൻഫന്റ് ഇസ് അഡ്മിറ്റഡ് ടു ദ നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ഒബ്സർവേഷൻ. അതായത് നമുക്കറിയാം ഈ പറയുന്ന ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി, ഡയബറ്റിസ് മെലൈറ്റസ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് കേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ എനിവേ ഈ ഒരു ഇൻഫന്റിനെ നമ്മൾ എന്ത് ചെയ്തു, നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഒബ്സർവേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. The infant is at risk of which of the following complication? Okay, ഈ പറഞ്ഞിരിക്കുന്ന കോംപ്ലിക്കേഷൻസിലാണ് ഏത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനാണ് ഇവിടെ ഈ പറയുന്ന നിയോനേറ്റിന് സാധ്യത കൂടുതൽ? നോക്കിക്കേ, ഓപ്ഷൻ എ ന്യൂമോതൊറാക്സ് അറ്റലക്ടാസിസ്, ഓപ്ഷൻ ബി ഹൈപ്പർ ഗ്ലൈസീമിയ, ഓപ്ഷൻ സി അറ്റലക്ടാസിസ്, ഓപ്ഷൻ ഡി ഹൈപ്പോഗ്ലൈസീമിയ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് നോക്കിയേ, അമ്മയ്ക്ക് ഡയബറ്റിസ് മെലൈറ്റസ് ആണ് അല്ലെ, ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലൈറ്റസ് ആണ് അമ്മയ്ക്ക്. അപ്പോ കുഞ്ഞിന് എന്ത് കോംപ്ലിക്കേഷൻ ആയിരിക്കും ഈ പറഞ്ഞ ബർത്തിന് ശേഷം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത്? ഇതാണ് യെസ്, ഓപ്ഷൻ ഡി അല്ലെ, ഓപ്ഷൻ ഡി ഹൈപ്പോഗ്ലൈസീമിയ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഹൈപ്പോഗ്ലൈസീമിയ ആണ് ഉണ്ടാകാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നമ്മുടെ ഡയബറ്റിക് മദർ ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഡയബറ്റിക് മദർ ആകുമ്പോഴത്തേക്ക് അമ്മയുടെ അല്ലെങ്കിൽ മെറ്റേണൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ അളവ് കൂടുതലായിരിക്കും അല്ലെ. ഇൻക്രീസ്ഡ് എന്താണ് മെറ്റേണൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. അപ്പൊ നോക്കിയേ, അമ്മയ്ക്ക് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ് എങ്കിൽ നമ്മുടെ പ്ലാസെന്റൽ സർക്കുലേഷൻ വഴി എന്താ സംഭവിക്കുക, കുഞ്ഞിന് ഈ പറഞ്ഞ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഈസിലി ഗോ ത്രൂ ഓർ ഇറ്റ് ക്യാൻ ഈസിലി പാസ് ത്രൂ പ്ലാസെന്റ വഴി ഈസി ആയിട്ട് തന്നെ ക്രോസ് ചെയ്ത് പോകുന്ന സംഗതിയാണ് ഈ പറയുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുക. സോ ഒബ്വിയസ്ലി കുഞ്ഞിന്റെ ശരീരത്തിലേക്കും ഈ പറയുന്ന ഗ്ലൂക്കോസ് പ്ലാസെന്റ വഴി ട്രാൻസ്ഫർ ചെയ്ത് പോകും. സോ അവിടെ എന്താ സംഭവിക്കുക, ഫീറ്റൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും അല്ലെ, ഫീറ്റൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. സോ കുഞ്ഞിന്റെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമ്പോൾ കുഞ്ഞിന്റെ പാൻക്രിയാസ് എന്ത് ചെയ്യും, അവിടെ പാൻക്രിയാസ് ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടും അല്ലെ, ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടും. സോ അതിന് നമ്മൾ നോക്കിയാൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ് പറയുക അല്ലെ, ഇൻസുലിന്റെ സെക്രീഷൻ അവിടെ കൂട്ടും. അതിനുശേഷം നോക്കിയേ, അപ്പോൾ ഇതാണ് ശരിക്ക് അമ്മയുടെ ഈ പറഞ്ഞ യൂട്രസിലിരിക്കുമ്പോൾ കുഞ്ഞിന്റെ എന്താ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പ്രോഗ്രാംഡ് ആയിട്ട് ഇരിക്കുക. അപ്പോഴാണ് എന്താണ് കുഞ്ഞ് ഫുൾ ടേം ആയിട്ട് കുഞ്ഞ് പുറമേക്ക് വന്നു അല്ലെ. സോ ആഫ്റ്റർ ബർത്ത് എന്താ സംഭവിക്കുക, ഈ പ്ലാസെന്റൽ ഗ്ലൂക്കോസ് സപ്ലൈ അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അതായത് പ്ലാസെന്റ സെപ്പറേറ്റ് ആകുന്നു, കുഞ്ഞിന് പ്ലാസെന്റയിൽ നിന്ന് അല്ലെങ്കിൽ മെറ്റേണൽ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൂടാതെ എന്താണ് ഇൻസുലിൻ കുഞ്ഞിന്റെ ശരീരത്തിലായിരുന്നു കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ബ്ലഡില് എന്താ ഹൈ ഇൻസുലിൻ ലെവൽ അവിടെ പെർസിസ്റ്റ് ചെയ്യും. നമുക്കറിയാം ബ്ലഡിലെ ഇൻസുലിന്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ദാറ്റ് വിൽ ലീഡ് ടു ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ. അപ്പൊ ഇവിടെ പോസ്റ്റ് ബർത്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് നിയോനെറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്തേ, നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തതും നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ ഇതേ രീതിയിൽ പല തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 36-year-old gravida for para 2 woman has been in labor for 10 hours and underwent an instrumental delivery അല്ലെ. നോക്കി, ഇവിടെ 36 വയസ്സാണ് പേഷ്യന്റ്, ഗ്രാവിഡ 4th ഗ്രാവിഡയാണ്, പാര 2 ആണ് കേട്ടോ. ഒരു 10 മണിക്കൂറോളം ലേബറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഒരു ഇൻസ്ട്രുമെന്റൽ ഡെലിവറി അല്ലെ, ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റഡ് ഡെലിവറിക്ക് വിധേയമായ ഒരു പേഷ്യന്റ് ആണ്. 2 hours after admission to the postnatal ward, the nurse observes that 2 perineal pads are completely soaked with blood അല്ലെ. നോക്കിക്കേ, ഈ പറയുന്ന ഒരു പ്രൊലോങ്ഡ് ലേബർ നമുക്ക് പറയാം അല്ലെ. ഇപ്പം ഗ്രാവിഡ
4 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10 hours ലേബറിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് പറയാം അവിടെ ഒരു പ്രൊലോങ്ഡ് ലേബർ സംഭവിച്ചു. അതുകൂടാതെ ഇൻസ്ട്രുമെന്റൽ ഡെലിവറി വേണ്ടി വന്നു അല്ലെ. അപ്പോ ഈ പോസ്റ്റ് നേറ്റൽ വാർഡിൽ വന്നതിന് ശേഷം 2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്, പെരിനിയൽ പാഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് സോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. വിച്ച് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ്. കേട്ടോ, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ് ആയിട്ട് വരിക എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഫ്ലൂയിഡോളം ഡെഫിസിറ്റ് ഡ്യൂ ടു യൂട്രൈൻ അറ്റോണി, ബി ആങ്സൈറ്റി റിലേറ്റഡ് ടു ബ്ലഡ് ലോസ്, C. Fatigue related to lack of oral intake. Option D. Activity intolerance due to discomfort. എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇത് മിക്ക മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കേട്ടോ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഡയഗ്നോസിസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ്, ഇതൊരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം നമ്മൾ യൂഷ്വലി പ്രയോറിറ്റി പറയുന്നതാണ് ABC അല്ലേ, ABC എയർവേ ബ്രീതിങ് സർക്കുലേഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, എന്താ ബ്ലഡ് ലോസ് അല്ലെ സംഭവിച്ചത്, അതായത് 2 പാഡ് കംപ്ലീറ്റ് ആയിട്ട് സോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ ബ്ലഡ് ആയിട്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഈ ABCയിൽ എന്തിനായിരിക്കും വേരിയേഷൻ ഇവിടെ വരിക? വളരെ സിമ്പിൾ ആണ് അല്ലെ. അതായത് ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താണ് C ആണല്ലേ, ദാറ്റ് ഇസ് എന്താണ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഡ്യൂ ടു യൂട്രൈൻ അറ്റോൺ അല്ലെ. യൂട്രൈന്റെ ടോണിസിറ്റി നഷ്ടപ്പെടുന്നു. അതായത് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ ഗ്രാവിഡ 4 ആണ്, അതായത് ഗ്രാൻഡ് മൾട്ടിപാരിറ്റി ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്താണ്, ഒരു പ്രൊലോങ്ഡ് ലേബർ, 10 മണിക്കൂർ ലേബർ ആണ്, പ്രൊലോങ്ഡ് ലേബർ സംഭവിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് ഒരു ഇൻസ്ട്രുമെന്റൽ ഡെലിവറി സംഭവിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ് യൂട്രൈൻ അറ്റോണി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ യൂട്രൈൻ അറ്റോണി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഡെലിവറിക്ക് ശേഷം യൂട്രസ് കൺട്രാക്ട് ചെയ്യണം. യൂഷ്വലി ഡെലിവറിക്ക് ശേഷം യൂട്രസ് കൺട്രാക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പറയുന്ന ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ യൂട്രൈൻ അറ്റോണി ആണ്, അപ്പൊ യൂട്രസിന് കൺട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും, പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് അല്ലെ, യൂട്രസിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെടാം. ഓക്കെ, ആഫ്റ്റർ ഡെലിവറി ദ യൂട്രസ് കൺട്രാക്ട് ആൻഡ് കംപ്രസ് ദ ബ്ലഡ് വെസൽ അറ്റ് ദ പ്ലാസന്റൽ സൈഡിൽ. അങ്ങനെയാണ് യൂഷ്വലി ബ്ലീഡിങ് നിൽക്കുക. അപ്പൊ സപ്പോസ് പേഷ്യന് യൂട്രൈൻ അറ്റോണി ഉണ്ട്, യൂട്രസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടോണിസിറ്റി ഇല്ല എങ്കിൽ യൂട്രസ് എന്താണ് കോൺട്രാക്ട് ചെയ്യില്ല. അത് കാരണം ഹെവി ആയിട്ടുള്ള പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് ഉണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുന്നത് കേട്ടോ. അതുകൂടാതെ പോസ്റ്റ്പാർട്ടം ഹെമറേജിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് പറയുന്നത് എന്താണ്, യൂട്രൈൻ അറ്റോണി ആണ് പോസ്റ്റ്പാർട്ടം ഹെമറേജിന്റെ കോമണസ്റ്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുക. അടുത്ത നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എ ക്ലയന്റ് ഈസ് റിസീവിംഗ് മെക്കാനിക്കൽ വെന്റിലേഷൻ വെൻ ദ അലാം സൗണ്ട്സ് ആൻഡ് ഡിസ്പ്ലേസ് ആൻ അലേർട്ട് ഷോയിങ് ലോ ടൈഡൽ വോളിയംസ്. Okay, all connections and the ET tube are checked and secured, but the alarm persists while oxygen saturation continues to drop. Which of the following is the most appropriate initial action? നോക്കിക്കേ, ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിട്ടിക്കൽ കെയർ എന്നുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ഒരു പേഷ്യന്റ് എന്താ മെക്കാനിക്കൽ വെന്റിലേഷനിലാണ് അല്ലെ. എന്താണ്, ഒരു പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേഷനിലാണ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ അവിടെ ഒരുപാട് അലാംസ് ഉണ്ടാവില്ല. പേഷ്യന്റ് യൂഷ്വലി ICUവിൽ തന്നെ ആയിരിക്കും അല്ലെ, ഒരുപാട് അലാംസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ അലാം കണ്ടിന്യൂസ് ആയിട്ട് എന്താ പിന്നെ സൗണ്ട് പുറപ്പെടുവിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ ഒരു അലേർട്ട് നമ്മുടെ സ്ക്രീനിൽ ലൈക്ക് ഒരു മെസ്സേജ് അല്ലെ, ഒരു ഡേഞ്ചർ മെസ്സേജ് പോലെ വരാറുണ്ടല്ലേ. അവിടെ എന്താ കാണിച്ചേക്കുന്നത്, ടൈഡൽ വോളിയം ലോ ആയിട്ടാണ് കാണിച്ചേക്കുന്നത് അല്ലെ. അതുകൂടാതെ നേഴ്സ് അപ്പോൾ തന്നെ ചെക്ക് ചെയ്തു, എന്താണ് എല്ലാ കണക്ഷൻസും ET ട്യൂബും ഒക്കെ ചെക്ക് ചെയ്തു. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണ് തോന്നുക അല്ലെ. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഓക്സിജൻ സാച്ചുറേഷൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താ ഇനീഷ്യൽ ആക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതും പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ, എന്തായിരിക്കും ഓപ്ഷൻ എ ഇൻക്രീസ് ഓക്സിജൻ ഡെലിവറി ടു 100%. ബി മാനുവലി വെന്റിലേറ്റ് ത്രൂ ദ എൻഡോട്രക്കിയൽ ട്യൂബ്. Option C, call the respiratory therapist to assess the patient. Option D, elevate the head of the bed and apply a non-rebreather mask. അപ്പം എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്തായിരിക്കാം? ഓക്കെ, ഇവിടെ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സ് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാലും എന്താ പേഷ്യന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ അല്ലെ എയർ അവിടെ കിട്ടുന്നില്ല അല്ലെ. പേഷ്യന് കറക്റ്റ് ആയിട്ടുള്ള എയർ കിട്ടാത്തത് കൊണ്ടാണ് എന്താ ഓക്സിജൻ ഡ്രോപ്പ് ആവുന്നതും അതുകൂടാതെ ടൈഡൽ വോളിയൊക്കെ ലോ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നതും അലാം സൗണ്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി കനോട്ട് റിലേ കംപ്ലീറ്റ്ലി ഓൺ ദ മെക്കാനിക്കൽ വെന്റിലേറ്റർ കേട്ടോ. നമുക്ക് മെക്കാനിക്കൽ വെന്റിലേറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് റിലേ ചെയ്യാൻ കഴിയില്ല. വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യന്റ് കേട്ടോ. നമുക്ക് വെന്റിലേറ്റർ നോക്കിയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക, പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു ഡു മാനുവലി വെന്റിലേറ്റ് എൻഡോട്രക്കിയൽ ട്യൂബിൽ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, മാനുവലി പേഷ്യന്റിനെ ആ സമയം നമുക്ക് പേഷ്യന്റ് സ്റ്റേബിൾ ആക്കണം, കാരണം ഓക്സിജൻ സാച്ചുറേഷൻ ഡ്രോപ്പ് ആയി വരികയാണ്. സോ വി ഹാവ് ടു മാനുവലി വെന്റിലേറ്റ് ത്രൂ ദ എൻഡോട്രക്കിയൽ ട്യൂബ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ പെർസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അലാം എന്താ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അവിടുത്തെ റീസൺസ് എന്തൊക്കെ ആയിരിക്കും ഒന്ന് നോക്കിയേ. വെന്റിലേറ്റർ മാൽ ഫംഗ്ഷൻ ഒരു റീസൺ ആകാം,
രണ്ടാമത്തെ നോക്കിയാൽ സർക്യൂട്ട് ലീക്ക്. പക്ഷെ ഇവിടെ നേഴ്സ് എല്ലാം ചെക്ക് ചെയ്തു, അവിടെ സർക്യൂട്ട് ലീക്ക് ഒന്നും കാണുന്നില്ല അല്ലെ. പിന്നെ നോക്കിയാൽ എൻഡോട്രക്കിയൽ ട്യൂബ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇവിടെ എൻഡോട്രക്കിയൽ ട്യൂബ് ഒബ്സ്ട്രക്ഷൻ ഇല്ല. ആൻഡ് പേഷ്യന്റ് വെന്റിലേറ്റർ മിസ്മാച്ച് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നതാണ് ഈ വെന്റിലേറ്റർ മാൽഫങ്ഷൻ ആണ്. സോ വി ഹാവ് ടു മാനുവലി വെന്റിലേറ്റ് ദ പേഷ്യന്റ് ത്രൂ ദ ET ട്യൂബ്. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അലാംസും അതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നോക്കിക്കേ, നോക്കിയാൽ ഹൈ പ്രഷർ ലിമിറ്റ് കേട്ടോ. ഹൈ പ്രഷർ അലാറം സാധാരണ വരാറുണ്ട് അല്ലെ. എപ്പോഴൊക്കെയാണ് ഈ ഹൈ പ്രഷർ അലാം വരിക? നോക്കിയാൽ സപ്പോസ് ഈ എൻഡോട്രക്കിയൽ ട്യൂബിൽ അല്ലെങ്കിൽ എയർവേയിലൊക്കെ എന്താണ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് സെക്രീഷൻസ് കേട്ടോ, ധാരാളം സെക്രീഷൻസ് ഈ എൻഡോട്രക്കിയൽ ട്യൂബിൽ എയർവേയിലൊക്കെ ഉണ്ടായിട്ട് ഈ പറയുന്ന ട്യൂബിനെയൊക്കെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, അവിടെ എന്താണ് ഹൈ പ്രഷർ അലാം ഉണ്ടാകാം. പിന്നെ കിങ്ക് ഇൻ വെന്റ് ട്യൂബിങ് കേട്ടോ, വെന്റിലേഷൻ ട്യൂബിങ്ങിൽ കിങ്ക് അല്ലെ, മടങ്ങിയിരിക്കുക അല്ലെ, അല്ലെങ്കിൽ ഒടുങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെ ഹൈ പ്രഷർ അലാം ഇടാം. പിന്നെ നോക്കിയാൽ പേഷ്യന്റ് ബൈറ്റിംഗ് ഓൺ എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെ, പേഷ്യന്റ് എൻഡോട്രക്കിയൽ ട്യൂബിൽ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈ പ്രഷർ അലാം വരാം. പിന്നെ നോക്കിയാൽ പേഷ്യന്റ് കോഫിംഗ്, ഗാഗിങ് ഓർ ട്രൈയിങ് ടു ടോക്ക് കേട്ടോ. സപ്പോസ് പേഷ്യന്റ് കോഫ് ചെയ്യാണ്, ഗാഗ് ചെയ്യാണ്, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവിടെയും ഹൈ പ്രഷർ അലാം വരാം. കൂടാതെ ഇൻക്രീസ്ഡ് എയർവേ പ്രഷർ ഫ്രം ബ്രോങ്കോസ്പാസം ഓർ ന്യൂമോതൊറാക്സ് അല്ലെ, ബ്രോങ്കോസ്പാസം എന്നിട്ട് ന്യൂമോതൊറാക്സ് എന്നിട്ട് എയർവേ പ്രഷർ കൂടിക്കഴിഞ്ഞാലും അവിടെ എന്താണ് ഹൈ പ്രഷർ അലാം വരാം. അതേസമയം നോക്കിയാൽ ലോ പ്രഷർ അലാം എപ്പോഴൊക്കെ വരാം? എപ്പോഴൊക്കെ ലോ പ്രഷർ അലാം വരാം? ഒന്ന് വെന്റിലേറ്റർ ട്യൂബിംഗ് ഇസ് നോട്ട് കണക്റ്റഡ് കേട്ടോ, വെന്റിലേറ്റർ ട്യൂബ് പ്രോപ്പർ ആയിട്ട് എൻഡോട്രക്കിയൽ ട്യൂബിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ നോക്കിയാൽ ഡിസ്പ്ലേസ്ഡ് എൻഡോട്രക്കിയൽ ട്യൂബ് ഓർ ട്രക്കിയോസ്റ്റമി ട്യൂബ് കേട്ടോ, എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞാലും അവിടെ ലോ പ്രഷർ അലാം വരാം. ഇനി നോക്കിയാൽ നെക്സ്റ്റ് ഹൈ റെസ്പിറേറ്ററി റേറ്റ് കേട്ടോ, ഹൈ റെസ്പിറേറ്ററി റേറ്റ് എപ്പോഴാണ് വരിക? ഒന്ന് നോക്കിയാൽ പേഷ്യന്റ് ആങ്സൈറ്റി ഓർ പെയിൻ കേട്ടോ, പേഷ്യന്റ് ആങ്സൈറ്റി ഉണ്ടാവുക, പേഷ്യന്റ് പെയിൻ ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ഹൈ റെസ്പിറേറ്ററി റേറ്റ് അലാം വരാം. പിന്നെ സെക്രീഷൻസ് ഇൻ എൻഡോട്രക്കിയൽ ട്യൂബ് ഓർ എയർവേ, എൻഡോട്രക്കിയൽ ട്യൂബിലോ എയർവേയിലൊക്കെ സെക്രീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നോക്കി ഓർക്കേണ്ടത്, സെക്രീഷൻസ് ഒക്കെ വന്നിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രഷർ അലാമാണ് വരിക. അതേസമയം സെക്രീഷൻസ് ഇൻ എയർവേ, സെക്രീഷൻസ് ധാരാളം വന്നിരിക്കുകയാണെങ്കിൽ അവിടെ ഹൈ റെസ്പിറേറ്ററി റേറ്റിന്റെ അലാമാണ് വരിക. പിന്നെ ഹൈപ്പോക്സിയ, ഹൈപ്പർ കാപ്നിയയിലൊക്കെ ഹൈ റെസ്പിറേറ്ററി റേറ്റിന്റെ അലാം വരാം. എനിക്ക് ലോ എക്സൈൽഡ് വോളിയം വരുന്നത് എപ്പോഴാണ്? വെന്റിലേറ്റർ ട്യൂബിംഗ് നോട്ട് കണക്റ്റഡ് അല്ലെ, വെന്റിലേറ്റർ ട്യൂബിംഗ് കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ ട്യൂബില് അല്ലെങ്കിൽ കഫിൽ ലീക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള കഫ് സീലാണ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒക്കറൻസ് ഓഫ് അനദർ അലാം പ്രിവെന്റിംഗ് ഫുൾ ഡെലിവറി ഓഫ് ബ്രെത്ത് കേട്ടോ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ ബ്രെത്ത് ഡെലിവറി ഒന്നും നടക്കുന്നില്ല എങ്കിൽ അവിടെ ലോ എക്സൈൽഡ് വോളിയം അലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് യൂഷ്വലി ഉണ്ടാകുന്ന അലാമും അതിന്റെ കോമൺ ആയിട്ടുള്ള കോസസ് എന്ന് പറയുക. നോക്കി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നമ്മുടെ മാനേജ്മെന്റ് അല്ലെ, നഴ്സിംഗ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയാസ് ഒരിക്കലും തൊടാതെ പ്രോമെട്രിക് എക്സാമിന് ഒരിക്കലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാണ്ടിരിക്കില്ല. നന്നായിട്ട് പഠിച്ചിട്ട് പോകട്ടോ. നോക്കിയാൽ എ നഴ്സ് മാനേജർ ഈസ് ഓപ്പൺ മൈൻഡഡ് കേട്ടോ. നഴ്സ് മാനേജർ എന്താണ്? ഓപ്പൺ മൈൻഡഡ് ആണ്. ലിസൺസ് ടു ദ ടീം കേട്ടോ, ടീമില് ലിസൺ ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ആൻഡ് മേക്സ് ചേഞ്ചസ് ടു ഇംപ്രൂവ് യൂണിറ്റ് ഓപ്പറേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ, ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എന്താ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്, ലൈക്ക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. സോ ഇത് ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. നഴ്സ് മാനേജർ എന്താണ്? ഓപ്പൺ മൈൻഡഡ് ആണ് അല്ലെ. അതുകൂടാതെ ലിസൺ ടു ടീം ആണ്. അപ്പം ഇത് ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് വരിക? ഓപ്ഷൻ എ സിറ്റുവേഷണൽ ലീഡർഷിപ്പ്, ബി ഈസ് ഡെമോക്രാറ്റിക്, സി ഈസ് കമ്പാഷനേറ്റ്, ഓപ്ഷൻ ഡി ഈസ് ട്രാൻസ്ഫോർമേഷണൽ. എന്തായിരിക്കാം? ഓപ്പൺ മൈൻഡ് ആണ്, ടീമിനെയൊക്കെ എപ്പോഴും ലിസൺ ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ആയിരിക്കും? യെസ്, ദാറ്റ് വുഡ് ബി ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയേ, എന്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുക? സോ ഇറ്റ് വിൽ എൻകറേജ് സ്റ്റാഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഡിസിഷൻ മേക്കിംഗിൽ സ്റ്റാഫ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. വാല്യൂ ടീം ഒപ്പീനിയൻസ് അല്ലെ, ടീം ഒപ്പീനിയൻസിനെ ഒക്കെ വാല്യൂ ചെയ്യുന്നുണ്ട്. listens actively and works collaboratively to improve unit functioning അല്ലെ. യൂണിറ്റ് ഫംഗ്ഷനിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുമിച്ച് അല്ലെ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എന്നാണ് ലീഡർഷിപ്പ് അല്ലെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുക. ദിസ് സ്റ്റൈൽ ഇംപ്രൂവ്സ് സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ
കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ അതുകൂടാതെ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഫ്രീക്വന്റ് കേട്ടോ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആദ്യ ചാൻസിൽ തന്നെ എക്സാം പാസ്സാകാനായിട്ട് കഴിയും. അപ്പോൾ നോക്കി നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ GCSE എക്സാംസിന്റെ എല്ലാ എക്സാംസിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.